അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് അന്വേഷണ സംഘം എയർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടവുമായിട്ട് അന്വേഷണ സംഘം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായിട്ട് പോലീസ് സംഘം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് പോവുക. കഴിഞ്ഞ 6 മണിക്കൂറിലേറെയായിട്ട് SITക്ക് മുമ്പാകെ ഇരുന്ന ചോദ്യം ചെയ്യലിന് വിധേയമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ചോദ്യം ചെയ്യലിൽ ഒരു തരത്തിലും സഹകരിക്കാതെ എല്ലാ ചോദ്യങ്ങൾക്കും തന്റെ അഭിഭാഷകൻ മറുപടി പറഞ്ഞുകൊള്ളുമെന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ഒരു നിസ്സഹകരണമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവരങ്ങളാണ് നമുക്ക് അകത്ത് നിന്ന് ലഭിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷ ഒരുക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് സംഘം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇവിടുന്ന് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയുടെ വിവിധ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ തന്നെ രാഹുലിനെ ഇവിടെ എത്തിച്ച സമയം മുതൽ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥർ, 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വാഹനത്തിൽ കയറ്റിയതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടുമായിട്ട് പോലീസ് സംഘത്തിന്റെ വാഹനം പുറത്തേക്ക് വരുന്നു. ഡിവൈഎസ്പിയുടെ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കയറ്റിയിട്ടുള്ളത്. ഡിവൈഎസ്പിയുടെ മുമ്പിലായിട്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ജീപ്പ് പൈലറ്റ് വാഹനമായിട്ട് മുന്നോട്ട് പോകും. അതിന് പിന്നിൽ ഡിവൈഎസ്പിയുടെ വാഹനത്തിൽ, അടൂർ ഡിവൈഎസ്പിയുടെ വാഹനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടൂർ ഡിവൈഎസ്പിയുടെ വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ടുള്ള വാഹനം പുറത്തേക്ക് വരുന്നു. മുമ്പിലായിട്ട് ഒരു പൈലറ്റ് വാഹനമുണ്ട്, പൈലറ്റ് പോലീസ് ജീപ്പുണ്ട്. അതിന് പിന്നിൽ അടൂർ ഡിവൈഎസ്പിയുടെ കാറിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടുമായിട്ട് പുറത്തേക്ക് വരികയാണ്. കനത്ത സുരക്ഷ പോലീസ് ഒരുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നീക്കവും പോലീസ് നടത്തുകയാണ്. വലിയ കനത്ത സുരക്ഷയാണ് രാഹുൽ മാങ്കൂട്ടുമായുള്ള വാഹനം പുറത്തേക്ക് വരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ആ വാഹനത്തിനകത്ത് ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷമായിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാറിനകത്ത് ഇരിക്കുന്നത്. ഒരു തരത്തിലും വേറൊരു തരത്തിലുമുള്ള ഒരു പ്രതികരണത്തിനൊന്നുമില്ല. വളരെ സന്തുഷ്ടമായിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാറിനകത്ത് ഇരിക്കുന്നത്. എന്തായാലും പോലീസ് ജീപ്പ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടുമായിട്ട് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്.